നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ ഉജ്ജ്വല വിജയത്തിൽ ആഹ്ലാദം കടൽ കടന്നു. ഇൻകാസ് അബുദാബി പ്രവർത്തകർ ഷൗക്കത്തിന്റെ ചിത്രം പതിപ്പിച്ച കേക്ക് മുറിച്ച് വിതരണം ചെയ്താണ് ആഹ്ലാദം പങ്കിട്ടത്. വരും തിരഞ്ഞെടുപ്പുകളുടെ ചൂണ്ടുപലകയാണ് നിലമ്പൂരിലെ വിജയമെന്നും ജനദ്രോഹ സർക്കാരിനെതിരായ ശക്തമായ പ്രതിഷേധമാണ് വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചതെന്നും പ്രസംഗകർ അഭിപ്രായപ്പെട്ടു. അതേസമയം ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് UDF പ്രവർത്തകർ ഷാർജയിലും മധുര വിതരണം നടത്തിയും കേക്ക് മുറിച്ചും ആഘോഷിച്ചു. അതേസമയം എന്നെ ജനനായകനായി ആരും കാണേണ്ട എന്നും ഞാൻ നിങ്ങളിൽ ഒരുവനാണ്, നിങ്ങളുടെ സ്വന്തം ബാപ്പുട്ടിയായി കണ്ടാൽ മതിയെന്നുമാണ് ഷൗക്കത്ത് വിജയാഘോഷവേളയിൽ പറഞ്ഞത്. തിരഞ്ഞെടുപ്പ് വിജയത്തിൽ വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് എടക്കരയിൽ പ്രസംഗിക്കുകയായിരുന്നു നേതാവ്. നിങ്ങൾക്കാർക്കും എപ്പോഴും എന്നെ സമീപിക്കാം. എന്റെ വീടിന്റെ വാതിലുകൾ ഒരിക്കലും അടച്ചിടാറില്ലെന്നാണ് ഷൗക്കത്ത് പറഞ്ഞത്. UDFന്റെ കാലത്ത് തുടക്കം കുറിച്ച പല പദ്ധതികളും മുടങ്ങിക്കിടക്കുകയാണ്. ഇത് യാഥാർത്ഥ്യമാക്കാനുള്ള ഇടപെടലുകൾ നടത്തും. വന്യമൃഗശല്യം കാരണം നിലമ്പൂരിലെ കർഷകർ നേരിടുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാകണം. ഇക്കാര്യത്തിൽ സർക്കാർ നിസ്സംഗത പുലർത്തുകയാണ്. ഇതിനെതിരെ ഒറ്റക്കെട്ടായി പ്രതികരിക്കണമെന്നും ഷൗക്കത്ത് ചൂണ്ടിക്കാട്ടി. UDFന്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടന്നു. എന്നാൽ ഇതിനെല്ലാം ജനങ്ങൾ മറുപടി നൽകി. 2026 നടക്കുന്ന തിരഞ്ഞെടുപ്പാണ് നമ്മുടെ എല്ലാം പ്രതീക്ഷ. ആ തിരഞ്ഞെടുപ്പിലൂടെ കേരളത്തിൽ ജനകീയ ജനാധിപത്യ സർക്കാർ നിലവിൽ വരും. അതിനുള്ള പ്രഖ്യാപനമാണ് നിലമ്പൂരിലെ ജനങ്ങൾ നൽകിയതെന്നും ഷൗക്കത്ത് ചൂണ്ടിക്കാട്ടി. ഏതായാലും നിലമ്പൂരിൽ മികച്ച വിജയം നേടാനായതിന്റെ സന്തോഷത്തിലാണ് കോൺഗ്രസും UDFും. ഇടതുമുന്നണിയാകട്ടെ തിരുത്തേണ്ടത് എവിടെ, പുതുക്കി പണിയേണ്ട തന്ത്രങ്ങൾ ഏത് എന്ന ആലോചനയിലും. ക്രിസ്ത്യൻ വോട്ടുകൾ പിടിക്കാമെന്ന തന്ത്രത്തിന് വീണ്ടും തിരിച്ചടി കിട്ടിയ ക്ഷീണത്തിൽ BJP. കേരളം എന്ന ബാലികേറാമലയിൽ അടുത്ത് എന്ത് വേണമെന്ന് കണക്ക് കൂട്ടുന്നു. കൊല്ലം അവസാനം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും അടുത്ത കൊല്ലം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും മിന്നുന്ന ജയം. മറ്റൊന്നും ലക്ഷ്യം വെക്കാനില്ല. നിലമ്പൂരിലെ തോൽവി മുന്നണിയുടെ ഭാവിക്കും ഐക്യത്തിനും തന്നെ തിരിച്ചടിയാകുമായിരുന്നു എന്ന ഭയം മാറ്റുക മാത്രമല്ല നിലമ്പൂർ ചെയ്തത്. മറിച്ച് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞും വിഷയങ്ങൾ അവതരിപ്പിച്ചും ഐക്യത്തോടെ മുന്നോട്ടു പോയാൽ കിട്ടാവുന്ന വൻ വിജയമെന്ന ആത്മവിശ്വാസം നൽകുകയുമാണ്. 2 തവണ കൈവിട്ട ഭരണം തിരിച്ചു പിടിക്കാനുള്ള ഊർജം പകരലാണ്. PV അൻവറിന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങേണ്ടെന്ന് ഉറച്ച നിലപാടെടുത്ത UDF ഒറ്റക്കെട്ടായാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അൻവർ പിടിക്കുക UDFന്റെ വോട്ട് മാത്രമല്ല, ഇടതുമുന്നണിയുടെ വോട്ട് കൂടിയാകുമെന്ന വിലയിരുത്തൽ ശരിയായി. മാത്രവുമല്ല, അൻവർ കൊണ്ടുപോകാനിടയുള്ള മുന്നണി വോട്ടുകൾ പരമാവധി കുറയ്ക്കാൻ പണിയെടുത്തതും ഗുണം ചെയ്തു. അപ്പോഴും അൻവർ നേടിയ വോട്ടുകൾ മുന്നണിക്ക് പലതും ആലോചിക്കാൻ വക നൽകുന്നതാണ്. അൻവർ ഫാക്ടറിനെ വില കുറച്ചു കണ്ടത് തെറ്റി എന്ന് ഉറപ്പ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അൻവർ നിർണായക ശക്തിയാകും. ആലോചിക്കേണ്ട വിഷയവുമാണത്. അടഞ്ഞ വാതിലുകൾ തുറക്കാനും പറ്റുമല്ലോ എന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വെറുതെ പറഞ്ഞതല്ല. നിലമ്പൂരിലെ വിജയത്തിനായി നല്ലവണ്ണം പണിയെടുത്ത മുസ്ലിം ലീഗിന്റെ നിലപാടും നിർണായകമാകും. PK കുഞ്ഞാലിക്കുട്ടി തന്നെ നേരിട്ടിറങ്ങിയാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്.